കഴിഞ്ഞ വീഡിയോയിൽ സബ്സ്ക്രൈബറിന് ടാറ്റ പ്ലേ ഹെൽപ്പ് സെക്ഷൻ, സെൽഫ് ഹെൽപ്പ് ഓപ്ഷൻസ് എന്നിവയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോയിൽ സബ്സ്ക്രൈബർക്ക് ബാലൻസ്, ഡ്യൂ ഡേറ്റ്, റീചാർജ് ഓപ്ഷൻസ് എന്നിവയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ട് ബാലൻസ്, ഡ്യൂ ഡേറ്റ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് നൽകാം. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ടാറ്റ പ്ലേയുടെ സർവീസസ് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് വളരെ പ്രധാനമാണ്. അതെ സർ, അതായത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ ഹെൽപ്പ് സെക്ഷനിൽ പോയി നിങ്ങളുടെ ബാലൻസിന്റെയും ഡ്യൂ ഡേറ്റിന്റെയും ഇൻഫർമേഷൻസ് നേടാവുന്നതാണ്. അതുപോലെ ടാറ്റ പ്ലേയുടെ ഈ റിമോട്ടിൽ നിങ്ങൾ ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ TV സ്ക്രീനിൽ അക്കൗണ്ട് സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അടുത്ത റീചാർജ് ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് റീചാർജ് ചെയ്താൽ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ സർവീസസ് ഉപയോഗിക്കാൻ കഴിയുന്നതിന്. അതായത് ഞാൻ ഇപ്പോൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഒരുമിച്ച് ഡിഡക്റ്റ് ആകുമോ? ഇല്ല സർ, നിങ്ങളുടെ ബാലൻസ് DBR അഥവാ ഡെയിലി ബേൺ റേറ്റ് അനുസരിച്ചാണ് ഡിഡക്റ്റ് ആകുന്നത്. അല്പം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരൂ. തീർച്ചയായും സർ. ഉദാഹരണത്തിന് നിങ്ങളുടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ 300 രൂപയാണെങ്കിൽ മാസത്തിലെ 30 ദിവസം അനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി 10 രൂപയായിരിക്കും. അപ്പോൾ ദിവസേന നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വെറും 10 രൂപയെ ഡിഡക്റ്റ് ആകുന്നുള്ളൂ. എന്നാൽ നിങ്ങളുടെ പാക്കേജസും പ്ലാൻസും മാറുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ചാർജ് മാറുകയും ഡെയിലി ബേൺ റേറ്റ് ചേഞ്ച് ആകുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഡെയിലി ബേൺ റേറ്റ്. അതെ സർ. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ട് റീചാർജ് ചെയ്യുന്നതിനുള്ള മറ്റ് ഓപ്ഷനുകളെ കുറിച്ച് പറയാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് 20 രൂപ മുതൽ 30,000 രൂപ വരെയുള്ള ഏത് തുകയ്ക്കും റീചാർജ് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത്, നിങ്ങൾ mytataplay.com പോകുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ RMN അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം റീചാർജ് ചെയ്യുന്ന സെക്ഷനിൽ പോയി എമൗണ്ട് എൻ്റർ ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റീചാർജ് എമൗണ്ടിന്റെ മൂല്യത്തോളമുള്ള ഓപ്ഷൻസും തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് പ്രൊസീഡ് ടു റീചാർജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവസാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പേയ്മെന്റ് ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI. ഇവയിൽ ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. അതോടെ നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ട് റീചാർജ് ആയി തീരും. കൂടാതെ റീചാർജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ SMS വരും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ആയിരിക്കണം. നിങ്ങൾക്ക് ടാറ്റ പ്ലേയുടെ മൊബൈൽ ആപ്പ് മുഖേനയും ഓൺലൈനായി റീചാർജ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അറിയപ്പെടുന്ന പേയ്മെന്റ് ആപ്സ് ആയ ഗൂഗിൾ പേ, പേടിഎം, ഫ്രീ ചാർജ് എന്നിവയിലൂടെയും റീചാർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് പറയൂ, ഓൺലൈൻ പേയ്മെന്റ് അല്ലാതെ വേറെയും ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ട് മാഡം, തീർച്ചയായും. ടാറ്റ പ്ലേയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൾ ചെയ്ത് റീചാർജ് യുവർ അക്കൗണ്ടിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുഖേന പേയ്മെന്റ് ചെയ്ത് റീചാർജ് ചെയ്യിക്കാൻ സാധിക്കും. ഇത് കൂടാതെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ലോക്കൽ ഡീലറുടെ അടുത്ത് പോയി അയാൾക്ക് ക്യാഷ് നൽകിക്കൊണ്ടും റീചാർജ് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ. ടാറ്റ പ്ലേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു എമർജൻസി ടോപ്പ് അപ്പ് ബാലൻസ് സൗകര്യവും നൽകിയിട്ടുണ്ട്. ടോപ്പ് അപ്പ് ഓപ്ഷൻസ് അതെന്താണ്? ഉദാഹരണത്തിന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മന്ത്ലി റീചാർജ് ചെയ്യാൻ മറന്നുപോയിട്ട് നിങ്ങളുടെ ടാറ്റ പ്ലേയുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് 080619999999 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ടിൽ 3 ദിവസത്തേക്കുള്ള ബാലൻസ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ TV കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ട് റീചാർജ് ചെയ്യുമ്പോൾ 4th ഡേയിൽ ആ എമർജൻസി ടോപ്പ് അപ്പ് ബാലൻസ് നിങ്ങളുടെ ടാറ്റ പ്ലേ അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇത് വളരെ സൗകര്യപ്രദമാണല്ലോ. അതെ. റീചാർജുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും വിവരങ്ങൾ അറിയേണ്ടതുണ്ടോ? ഇല്ല, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്രകാരമാണ് സബ്സ്ക്രൈബർക്ക് ബാലൻസ്, ഡ്യൂ ഡേറ്റ്, റീചാർജ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നൽകപ്പെടുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ സബ്സ്ക്രൈബർക്ക് ഇലക്ട്രോണിക് പ്രോഗ്രാം ഗൈഡ് അഥവാ EPG ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം.